ലക്ഷ്മി, എന്തായാലും നീ ഇവിടെ വന്ന് എൻ്റെ കാല് പിടിച്ചതല്ലേ നിന്റെ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. നീ പറഞ്ഞത് ഞാൻ കേട്ടില്ല എന്ന് വേണ്ട. ഞാനൊരു കാര്യം ചെയ്യാം, നിന്റെ മകനെതിരെയുള്ള പരാതി ഞാൻ പിൻവലിക്കാം. പക്ഷേ ഈ നിൽക്കുന്ന നിന്റെ മോളും അവനെ കല്യാണം കഴിച്ച എൻ്റെ മോനും എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അവർ ഇനി മേലാൽ എൻ്റെ വീട്ടിൽ കാണാൻ പാടില്ല. അവരെൻ്റെ വീട്ടിൽ നിന്ന് ചന്ദ്രോദയത്തിൽ നിന്ന് ഒരു പടി ഇറങ്ങണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പരാതി പിൻവലിക്കാം. ചന്ദ്രയുടെ ക്രൂരമായ വാക്കുകളാണ്. രേവതി മരുമകളാന്ന് വിചാരിക്കാം, പക്ഷെ സ്വന്തം മകനായ സച്ചിയെ പോലും അവിടുന്ന് ഇറക്കിവിടാൻ കാണിക്കുന്ന ക്രൂര മനസ്സിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാവണില്ല. കൂട്ടുകാരി, ഇന്നത്തെ ചെമ്പനീർപ്പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചി രേവതി വലിയ പ്രതീക്ഷയിലാണ്. കാരണം അച്ഛൻ അമ്മയെ കാണാൻ പോയിട്ടുണ്ട്, അതായത് രവീന്ദ്രൻ ചന്ദ്രമതിയെ കാണാൻ പോയിട്ടുണ്ട്. അച്ഛൻ വരുമ്പോൾ അച്ഛൻ സംസാരിച്ചാൽ അമ്മ പരാതി പിൻവലിക്കും, ശരത്ത് രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷയിലാണ് സച്ചി രേവതി ഇരിക്കുന്നത്. അവർക്ക് കൂട്ടായി വർഷയും ശ്രീകാന്ത് അവിടെയുണ്ട്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, അച്ഛനും അമ്മയും ഭയങ്കര സ്നേഹമാണ്, അവരൊരിക്കലും പിരിഞ്ഞിരിക്കില്ല. അവരുടെ പിണക്കങ്ങളൊക്കെ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് അച്ഛൻ എന്ന് വെച്ചാലും അച്ഛൻ അമ്മ എന്ന് വെച്ചാലും പ്രാണനാണ്. എന്തായാലും അച്ഛൻ പറഞ്ഞാൽ അമ്മ കേൾക്കും, അമ്മ കേൾക്കാതിരിക്കില്ല. സച്ചി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രവീന്ദ്രൻ കയറി വരുന്നത്. അപ്പൊ എല്ലാ കണ്ണുകളും രവീന്ദ്രനിലാണ്. എല്ലാവർക്കും ഒരു പ്രത്യാശയുടെ ഇതാണ് മനസ്സിൽ. അപ്പൊ രവീന്ദ്രൻ കയറി വന്ന സോഫയിലിരിക്കും. സച്ചി ചോദിക്കും, അച്ഛ എന്തായി, അമ്മ പരാതി പിൻവലിച്ചോ? രവീന്ദ്രൻ നിരാശയോടുകൂടി പറയാണ്, ഞാൻ സംസാരിച്ചു, ഞാൻ പരമാവധി പറഞ്ഞു നോക്കി സച്ചി, പക്ഷെ അവള് പരാതി പിൻവലിക്കാൻ തയ്യാറല്ല. അവള് പരാതി പിൻവലിക്കില്ല എന്ന് തന്നെ എന്നോട് തീർത്തു പറഞ്ഞു എന്ന് പറയാണ്. അതോടുകൂടി സച്ചിക്ക് രേവതിക്ക് നിരാശയാവാണ്. രേവതി നിന്ന് കരയാണ്. എന്താ ചെയ്യുക, ശരത്തിന്റെ ഭാവി എന്താവും അച്ഛ, ജയിലിലാവുമല്ലോ എൻ്റെ അനിയൻ, ഞാൻ എന്താ ചെയ്യുക അച്ഛ എന്നൊക്കെ ചോദിച്ചിട്ട് രേവതി കരയാണ്. കരയുമ്പോൾ വർഷ ചോദിക്കാണ്, ആൻറ്റി എങ്ങനെ ഇത്രയും ക്രൂരായിട്ട് ഇടപെടണേ, ആൻറ്റിക്ക് എങ്ങനെ ഇത്രയും ക്രൂരായിട്ട് പെരുമാറാൻ പറ്റുന്നു? അപ്പൊ സച്ചി പറയണേ, ഇനിയിപ്പോൾ എന്താ അച്ഛാ നമ്മൾ ചെയ്യുക, അവസാനത്തെ വഴിയായിരുന്നു, അത് അടഞ്ഞല്ലോ. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ഞാൻ അവളോട് സംസാരിച്ചു, അവളോട് കുറേ പറഞ്ഞു നോക്കി, പക്ഷെ അവൾ സമ്മതിച്ചില്ല. ലാസ്റ്റ് അവളൊരു ഡിമാൻഡിൽ സമ്മതിച്ചു. വേറൊന്നുമല്ല, അവൾ ആ പരാതി പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ നീയും രേവതിയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. സച്ചി രേവതി ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പരാതി പിൻവലിക്കാമെന്നാണ് നിങ്ങളുടെ അമ്മ പറയണത് എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ രേവതി ഉറക്കക്കരയാണ്. അപ്പം അത് കേട്ട് നിൽക്കണ വർഷ പറയാണ്, അത് പറയാൻ ആൻറ്റിക്ക് എന്ത് ന്യായമുള്ളത്? രേവതി ചേച്ചി അല്ലല്ലോ തെറ്റ് ചെയ്തത് രേവതി ചേച്ചിയുടെ അനിയനല്ലേ? അപ്പം ശരത്ത് പറയണേ, എന്ത് ക്രൂരായിട്ട് അമ്മ പെരുമാറണത്, അമ്മയ്ക്കൊരു സാമാന്യ ഒരു മര്യാദയില്ലേ? എന്താ അമ്മ ഇങ്ങനെ ഒരു മനസാക്ഷി ഇല്ലാതെ പെരുമാറണത്? രേവതി ചേച്ചി സച്ചിയേട്ടന് ഈ വീടിൻ്റെ പടി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോ, ഉറപ്പായിട്ട് അച്ഛനെയും കൂട്ടി ഞങ്ങളും ഈ വീടിൻ്റെ പടി ഇറങ്ങുമെന്ന് പറയാണ് ശ്രീകാന്ത്. ഇതൊക്കെ കേട്ടിട്ട് ആകെ വിഷമിച്ച് കരഞ്ഞിട്ടാണ് രേവതി നിൽക്കുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഈശ്വര, ശരത്തിനെ രക്ഷിക്കാൻ ഇനി എന്താ ഒരു മാർഗമുള്ളത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. രവീന്ദ്രൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ, നിങ്ങളുടെ അച്ഛൻ പറഞ്ഞിട്ടൊന്നും നിങ്ങളുടെ അമ്മ കേൾക്കില്ല എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. രേവതീനെ വർഷയും ശ്രീകാന്തും ഒക്കെ പരമാവധി ആശ്വസിപ്പിക്കാൻ നോക്കണ്ടേ, പക്ഷേ ആശ്വാസവാക്കുകളൊന്നും സച്ചിക്ക് രേവതി കേൾക്കുന്നില്ല. അവരെന്താ ചെയ്യേണ്ടതെന്നുള്ള അവസ്ഥയിലാണ് ഇപ്പം ഇരിക്കുന്നത്. അങ്ങനെ രേവതി സച്ചിയും കൂടി വക്കീലിനെ കാണാൻ പോവാണ്. വക്കീലിനെ പോയി കണ്ടിട്ട് വക്കീലിനോട് രേവതി സച്ചിയും പറയണ, സാർ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു നോക്കി, അച്ഛനെ വിട്ട് അമ്മയോട് അച്ഛനെ കൊണ്ട് പറയിപ്പിച്ചു, പക്ഷേ അമ്മ അമ്പിന് വില്ലിന് അടുക്കുന്നില്ല, അമ്മ പരാതി പിൻവലിക്കില്ല എന്ന് തന്നെയാണ് സാർ തീർത്ത് പറയുന്നത് എന്ന് പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ വക്കീൽ പറയാണ്, അങ്ങനെയാണോ? അപ്പോൾ അവരുടെ പരാതി ഭയങ്കര സ്ട്രോങ് ആണല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ശരത്തിനെങ്ങാനും പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, പിന്നെ നമ്മളൊന്നും ചെയ്യാനില്ല സച്ചി. ഒരു കാര്യം ചെയ്യാം, ശരത്തിനെ ജയിലിലടയ്ക്കാതെ രക്ഷപ്പെടുത്താനുള്ള മാർഗം ഞാൻ കണ്ടുപിടിക്കാം, പക്ഷെ അതിന് കുറച്ച് പൈസ ചിലവുണ്ട്. എന്താ സാർ, എങ്ങനെ സാർ രക്ഷപ്പെടുത്താന്ന് ചോദിക്കുമ്പോൾ പറയും, ഒരു 5 ലക്ഷം രൂപ നിങ്ങൾക്ക് ചിലവാക്കാന്നുണ്ടെങ്കിൽ ശരത്ത് കോടതിയിൽ പോവാതെയും ജയിലിൽ പോവാതെയും ഞാൻ പുഷ്പം പോലെ ശരത്തിനെ രക്ഷിച്ചിട്ട് വരാം. 5 ലക്ഷം രൂപയോ? 5 ലക്ഷം രൂപ ഞങ്ങൾ എവിടെ നിന്ന് ഉണ്ടാക്കും സാർ? സച്ചിനെ എവിടെയും നിസ്സഹായതയോടുകൂടി വക്കീലിനെ നോക്കുകയാണ്. അപ്പോൾ വക്കീൽ പറയാണ്, ഞാൻ നിരീക്ഷ വേറെ ഒരു പാകമില്ല, കാരണം എനിക്കിനി ഇതേ വഴിയുള്ളൂ, കുറച്ച് പൈസ ചിലവാക്കാതെ ഇനി അവനെ ഇറക്കി വിടുന്നു വിചാരിക്കണ്ട. ഇനിയിപ്പോൾ അഥവാ അവനെ പോലീസ് എങ്ങാനും പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവൻ 1 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. അതോടുകൂടി അവൻ്റെ ഭാവി പോവും. ഇത് കേൾക്കുമ്പോൾ രേവതി കരണേശ്വര, എൻ്റെ മോൻ്റെ ഭാവി എന്താവും? അവന് പരീക്ഷ എഴുതാൻ പറ്റില്ലല്ലോ, അവനെ ഇനി ആളുകൾ ഏത് കണ്ണോടുകൂടി നോക്കുന്നൊക്കെ മറ്റു രേവതി കരയാണ്. അപ്പോൾ വക്കീൽ പറയാം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു 5 ലക്ഷം രൂപയും കൊണ്ട് വന്നാൽ പുഷ്പം പോലെ ഞാൻ അവനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി തരാം, കുറച്ച് പൈസ ചിലവുണ്ട് സച്ചി, അല്ലാതെ നടക്കില്ല എന്ന് പറയണ വക്കീൽ. അപ്പോൾ സച്ചി പറയണ, ശരി സാർ, ഞങ്ങൾ പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരാം, ഞങ്ങളുടെ ശരത്തിനെ രക്ഷിക്കണം സാർ. ശരി, നിങ്ങൾ അധികം വൈകരുത്, നിങ്ങൾ പൈസ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോഴേക്ക് പോലീസ് ശരത്തിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല സച്ചി. ഇല്ല സാർ, ഞങ്ങൾ എങ്ങനെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരാം, വാ രേവതി പോവാമെന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയും കൂട്ടി ശരത്തിനെ രക്ഷിക്കാനുള്ള പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്.
അങ്ങനെ അവർ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രേവതി ചോദിക്കുക, എന്ത് ചെയ്യും സച്ചേട്ടാ, നമ്മളെങ്ങനെ ശരത്തിനെ രക്ഷിക്കുക, എവിടെന്നെങ്കിലും പൈസ ഉണ്ടാക്കണം രേവതി, അല്ലാതെ നിവർത്തിയില്ലേ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബെസ്റ്റ് കപ്പിൾസ് അവാർഡ് കിട്ടിയിട്ടുള്ള 1,00,000 ഇല്ലേ, അതെടുക്കാം. പിന്നെ ഉണ്ടികയിൽ കിടക്കുന്ന പൈസ ഇല്ലേ സച്ചേട്ടാ, അതെടുക്കാം. അതിൽ ഏകദേശം ഒരു 50,000 ഉണ്ടാവോ, എത്ര ഉണ്ടെന്ന് അറിയില്ല സച്ചേട്ടാ, എണ്ണി നോക്കേണ്ടി വരും. അങ്ങനെ അവർ ആ പൈസ 1,50,000 എടുക്കാമെന്ന് പറയണം. അപ്പോൾ സച്ചി പറയണം, ഞാൻ ആ ബ്ലേഡുകാരനോടൊന്ന് പോയി ചോദിച്ചു നോക്കട്ടെ. രേവതി, നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ ഇറങ്ങിക്കോ, ഇറങ്ങിയിട്ട് നീ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ പോ, ഞാനൊന്ന് പോയിട്ട് ചോദിച്ചിട്ട് പൈസ കിട്ടുമെന്ന് നോക്കട്ടെ. പിന്നെ ആ ശരി സച്ചിയേട്ടാന്ന് പറഞ്ഞിട്ട് രേവതിനെ റോഡ് സൈഡിൽ ഇറക്കി വിട്ടിട്ട് സച്ചി പലിശക്കാരൻ്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ രേവതി റോട്ടിൽ ഇറങ്ങി നടക്കുന്ന സമയത്ത് രേവതി വിചാരിക്കാണ്, അമ്മേനെയും ദേവുവിനെയും ഒന്ന് വിളിച്ചിട്ട് അവരോട് വക്കീലിനെ കണ്ട കാര്യം പറയാം. അങ്ങനെ രേവതി അമ്മേനെയും ദേവുവിനെ വിളിക്കുകയാണ്. അപ്പോൾ ദേവു ഫോൺ എടുക്കും. ഹലോ ചേച്ചി, ആ ദേവു, ഞാനും സച്ചേട്ടനും കൂടി വക്കീലിനെ പോയി കണ്ടിരുന്നു, ശരത്തിൻ്റെ കാര്യം സംസാരിച്ചു, 5,00,000 കൊടുത്ത ശരത്തിന് ജാമ്യം കിട്ടുന്ന വക്കീൽ പറയണതെന്ന് പറയണം. എന്ത് ചെയ്താലും ശരി നമുക്ക് നമ്മുടെ ശരത്തിനെ രക്ഷിക്കണം ചേച്ചി, അവനെ കോടതിക്ക് വിട്ടുകൊടുക്കരുത്, അവനെ പോലീസിനും ലോക്കപ്പിനും വിട്ടുകൊടുക്കരുത് പറയണം ദേവു. അതിനുള്ള ശ്രമത്തിലാണ് സച്ചേട്ടൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഓടിപ്പോയാണെന്ന് പറയണം. അപ്പോൾ നീ അമ്മയോട് പറയണേ വിവരം പറയുമ്പോൾ, അല്ല ദേവു, എന്തോ ഒരു ശബ്ദം, നിങ്ങൾ വീട്ടിലല്ലേ പുറത്താണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ദേവു പറയും, അതെ ചേച്ചി, ഞങ്ങൾ പുറത്താ. നിങ്ങൾ എവിടേക്കാ പോണേ? ഞങ്ങള് ബാമാൻഡിയുടെ വീട്ടിൽ. ഇപ്പൊ ബാമാൻഡിയുടെ വീട്ടിലേക്കോ? അതെന്തിനാ? അതെന്താണെന്നറിയോ ചേച്ചി, ബാമൻ്റെ വീട്ടിൽ പോയി ചന്ദ്രാൻ്റിനെ കാണാൻ വേണ്ടിയിട്ട്. അതെന്തിന്? അത് വേറൊന്നും കൊണ്ടല്ല, ചന്ദ്രമതി ആൻറ്റിയുടെ കാല് പിടിച്ചിട്ടാണെങ്കിൽ ശരത്തിനെ രക്ഷിക്കണം എന്നാണ് അമ്മ പറയണത്. വെറുതെ ആവശ്യമില്ലാത്തതിന് നിൽക്കല്ലേ ദേവു, നിങ്ങളിപ്പോൾ അവിടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ഒരിക്കലും അമ്മയുടെ കാല് പിടിക്കാൻ പോകേണ്ട ആവശ്യമില്ല. അമ്മയോട് പറ, വേണ്ടാന്ന് പറ, നീ ഫോൺ അമ്മയുടെ കയ്യിൽ കൊടുക്ക് എന്ന് പറയാണ് ദേവുവിനോട് രേവതി. അങ്ങനെ ദേവു ഫോൺ ലക്ഷ്മിയുടെ കയ്യിൽ കൊടുക്കാൻ, ലക്ഷ്മി പറയാണ്, മോളെ, ഞാനിന്ന് പോയി കരഞ്ഞ് കാല് പിടിച്ചാൽ ചിലപ്പോൾ രക്ഷിച്ചാലോ, ചന്ദ്രമതിക്ക് മനസ്സിലായി തോന്നി ശരത്ത് രക്ഷപ്പെട്ടാലോ, എൻ്റെ അമ്മ എന്തറിഞ്ഞിട്ട് അമ്മ ഉള്ള വില കളയാൻ വേണ്ടിയിട്ടാണ് പോണത്, അമ്മ അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല അമ്മേ, അങ്ങനെയൊന്നും അവിടുത്തെ അമ്മയുടെ മനസ്സലിയില്ല, പരാതി പിൻവലിക്കില്ല, ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ രേവതി, എന്ത് വന്നാലും ശരി ശരത്തിന്റെ പരാതി പിൻവലിച്ചിട്ടേ ഞാൻ വരുള്ളൂ, അതിന് ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാന്ന് പറയണ ലക്ഷ്മി. അങ്ങനെ രേവതി പറഞ്ഞത് കേൾക്കാതെ ലക്ഷ്മിയും ദേവും കൂടിയിട്ട് ബാമാൻ്റെ വീട്ടിൽ പോവാണ്. ബാമാൻ്റെ വീട്ടിൽ പോണ സമയത്ത് ബാമേന്ദ്ര വീട്ടിലേക്ക് പോയി കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ബാമ വാതിൽ തുറന്നേ, ഇത് ആരാ വന്നേക്കണേ, ലക്ഷ്മി ദേവുവോ, കയറി വാന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശരം പോലെ ചന്ദ്ര അകത്തുനിന്ന് വരാണ്. കയറി വരാനോ? ഇവരെ എവിടേക്ക് ആനയിച്ചിരുത്തണം നീ ബാമേ, ഇവരകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ സ്വർണ്ണം പണം മോഷ്ടിക്കില്ലെന്ന് എന്താ നിനക്ക് ഉറപ്പ്? ഇത് കേൾക്കുമ്പോൾ ദേവു പറയും, ഞങ്ങൾ സ്വർണ്ണം പണം മോഷ്ടിക്കാൻ വേണ്ടി വന്നതല്ല, നിങ്ങൾ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ സംസാരിക്കരുത്, നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നേ, നിങ്ങളോട് ആരങ്ങോട്ട് കയറി വരാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് പാടി എന്ന് പറഞ്ഞിട്ട് ദേവുവിൻ്റെ കൈ പിടിച്ച് വലിച്ച് മുറ്റത്തിൻ്റെ അവിടേക്ക് നിർത്തിയിട്ട് പറയണേ, ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതി, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്, നിങ്ങളൊന്നും വീട്ടിൽ കയറ്റാൻ പറ്റാത്ത കള്ളക്കൂട്ടങ്ങളാ, എന്താ കക്ക, ഇവിടുന്ന കക്ക എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ദേവു പറയും, ഞങ്ങൾ നിങ്ങളുടെ ഒരു മുതലും കക്കാൻ വേണ്ടി വന്നതല്ല. അപ്പൊ ലക്ഷ്മി പറയും, ഞാൻ വേറൊന്നിനും വന്നതല്ല, എൻ്റെ മോനെതിരെ ചന്ദ്രമതി കൊടുത്തേക്കണ പരാതി ഒന്ന് പിൻവലിക്കണം പറയാൻ വേണ്ടി വന്നതാണ്. ചന്ദ്രമതി ഒന്ന് ആലോചിക്കണം, എനിക്ക് 3 മക്കളാണ്, അവൻ ജയിലിലായി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഭാവി എന്താവും, അവനെ ആലോചിച്ചിട്ടല്ലേ ഞങ്ങൾ ജീവിക്കുന്നത്, ചന്ദ്രമതിക്കും ഇല്ലേ മക്കള്, ചന്ദ്രമതിക്ക് അവസ്ഥ മനസ്സിലായില്ലേ, അവനെതിരെ ഞാൻ കൊടുത്ത പരാതി പിൻവലിക്കണമെന്നോ, എന്നെ തട്ടി താഴ്ത്തിട്ടിട്ട് എൻ്റെ പൈസ എടുത്തുകൊണ്ട് പോയി എന്നെ ഞാൻ രക്ഷിക്കണമെന്നോ, അതൊന്നും നടക്കണ കാര്യമല്ല ലക്ഷ്മി, നീ അതിനായിട്ട് കാല് പിടിക്കാനൊന്നും നീ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, ഇനി നീ എൻ്റെ കാല് പിടിക്കാൻ ഉദ്ദേശിക്കണ്ടോ, എന്നെ കാല് പിടിക്കേ, നിന്നെ ഞാൻ ചവിട്ടി എറിയും എന്നൊക്കെ പറയാണ് ചന്ദ്രമതി ലക്ഷ്മിയോട്. ലക്ഷ്മി പറയണ, ചന്ദ്രമതി നിനക്ക് എന്ത് വേണമെങ്കിൽ പറയാം, നീ പറയുന്നതെല്ലാം കേൾക്കാൻ ഞാൻ തയ്യാറാണ്, നീ എന്ത് പറഞ്ഞാലും അതെല്ലാം അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്, എൻ്റെ മോൻ്റെ എതിരെയുള്ള പരാതി പിൻവലിക്കണം. നടക്കില്ല, നീ എന്ത് തന്നെ പറഞ്ഞാലും അവനെതിരെയുള്ള പരാതി ഞാൻ പിൻവലിക്കില്ല, കള്ളക്കൂട്ടങ്ങൾ ഇനി കക്കില്ല എന്ന് എന്തറിഞ്ഞു, ഞാൻ അന്നേ എൻ്റെ രവിയേട്ടനോട് പറഞ്ഞതാ ഈ കുടുംബമായിട്ടൊരു ബന്ധം വേണ്ടാന്ന്, അന്ന് ഞാൻ പറഞ്ഞു ഇവർ കള്ളക്കൂട്ടങ്ങളാണ്, ഭാവിയിൽ നമുക്ക് ദോഷം ചെയ്യുന്നു, എന്നിട്ട് ഇപ്പം എന്തായി, കള്ളത്തരങ്ങൾ തന്നെ ഉണ്ടായില്ലേ. ഇത് കേൾക്കുമ്പോൾ ഭാമ പറയണ, ചന്ദ്രേ ഒന്നും മിണ്ടാതിരിക്കുക, നീ ഒന്നും മിണ്ടാതിരിക്കുക ഭാമേ, ഞാൻ പറയട്ടെ, ഇവരെന്താ വിചാരിച്ച, ഇവരങ്ങോട്ട് വന്ന് കാല് പിടിക്കുമ്പോഴത്തേക്കും ഞാൻ പരാതി പിൻവലിക്കുന്നോ, പെട്ടെന്നാണ് ഇത് മുഴുവൻ കേട്ടിട്ടിരിക്കണതിൻ്റെ ഇടയിലാണ് രേവതിയുടെ സ്കൂട്ടിയും കൊണ്ട് രേവതി ബാമൻ്റെ വീട്ടിലേക്ക് വരുന്നത്. ഇത് കാണുമ്പോൾ അടുത്ത ആൾ എത്തിയല്ലോ, അപ്പോൾ കുടുംബസമേതം കാല് പിടിക്കാൻ വന്നേക്കാണല്ലേ ചോദിക്കുമ്പോൾ രേവതി പറയാം, അമ്മയോട് ഞാൻ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞതല്ലേ. അപ്പം ചന്ദ്രമതിയോട് പറഞ്ഞ് തൊഴുത് കൈയോട് കൂടിയിട്ട് ലക്ഷ്മി പറയണ, ചന്ദ്രേ നീ ഒന്ന് ആലോചിക്കണം, നീയും നിനക്കും മക്കളില്ലേ, നീ അത് മാത്രം ചിന്തിച്ചാൽ മതി, ഒരു അവസരം കൊടുക്കുക ചന്ദ്ര, അവനെ നന്നാവും, ഇനി ഒരിക്കലും അവൻ്റെ ഭാഗത്ത് നിന്ന് നിനക്കിങ്ങനെ ഒരു ദോഷം ഉണ്ടാവില്ല, ഞാൻ ഉറപ്പ് തരാം, എൻ്റെ മോനെ രക്ഷിക്കണം ചന്ദ്ര, ഞാൻ നിൻ്റെ കാല് പിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കാല് പിടിക്കാൻ പോണ സമയത്ത് ചന്ദ്രമതി പറയണ, നടക്കില്ല, ഇതൊന്നും നടക്കില്ല. അപ്പോൾ രേവതി ഇത് കേൾക്കുമ്പോൾ പറയാം, അമ്മയോട് ആരെങ്ങോട്ട് വരാൻ പറഞ്ഞ,
അമ്മയോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞതല്ലേ ഇത് ഇങ്ങോട്ട് വരരുത്, നാണം കെടാൻ വേണ്ടി വരരുതെന്ന്. അമ്മ കാല് പിടിച്ച അമ്മ പരാതി പിൻവലിക്കാൻ തോന്നുന്നുണ്ടോ? എന്തിനാ അമ്മ ഇങ്ങോട്ട് വന്ന്? അപ്പോൾ ദേവു പറയാണ്, ഞാൻ അപ്പോഴും പറഞ്ഞത് അമ്മോട് ഇങ്ങോട്ട് വരണ്ടെന്ന്. പറഞ്ഞത് കേൾക്കില്ല വെച്ചാൽ പിന്നെ എന്താ ചെയ്യുക? ഇവരുടെ ഒന്നും കാല് പിടിച്ചിട്ടൊരു കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞതാ എന്ന് പറയാണ്. അപ്പോൾ രേവതീനെ ചൂണ്ടിക്കാണിച്ചിട്ട് ചന്ദ്രമതി പറയണം, ഇവള് എന്നെൻ്റെ വീട്ടിൽ കയറി വന്നോ അന്ന് തുടങ്ങി എൻ്റെ കഷ്ടകാലം. ഇവളെൻ്റെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി വന്നതാ. ഞാൻ അന്ന് രവിയേട്ടനോട് പറഞ്ഞു ഈ തെണ്ടിക്കുട്ടങ്ങളുടെ ഇടയിൽ നിന്ന് നമുക്കൊരു ബന്ധം വേണ്ടാന്ന്. അപ്പോൾ രവിയേട്ടൻ അത് പറഞ്ഞത് കേട്ടില്ല. രവിയേട്ടൻ അവളെ തന്നെ കെട്ടിയേ പറ്റൂ എന്നുള്ള വാശിയിലായിരുന്നു. എന്നിട്ട് ഇപ്പം എന്തായി? അതോടുകൂടി കുടുംബത്തിൽ സമാധാനം പോയില്ലേ? നാട്ടുകാരുടെ മുഖത്ത് നോക്കി തലയുയർത്തി നിൽക്കാൻ പറ്റാതെ ആയില്ലേ? എങ്ങനെ ഇനി ജീവിക്കാം? എനിക്കിതൊക്കെ ആലോചിച്ചിട്ട് തന്നെ എനിക്ക് അറക്കുക. ഇങ്ങനെ ഒരു കുടുംബമായിട്ടുള്ളൊരു ബന്ധമുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ എനിക്ക് നാണക്കേടാവുക എന്നൊക്കെ പറയാണ്. അപ്പോൾ രേവതി, നിർത്തമേ, മതി, വല്ലാതെ അമ്മ പറഞ്ഞ് മോളോട്ട് കയറല്ലേ, മതി, അമ്മ നിർത്തിക്കോ. എന്താടി നീ എന്നെ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ എന്ത് ചെയ്യും? നിനക്ക് എന്നെ എന്തെങ്കിലും ചെയ്യാൻ കൂട്ടിയേ പറ്റുമോ എന്നൊക്കെ പറയണം. അപ്പോൾ രേവതി പറയണം, വന്നേ അമ്മേ പോവുക. അത് പറഞ്ഞിട്ട് ലക്ഷ്മിയും ദേവുവിനെയും കൂട്ടിയിട്ട് ഇറങ്ങിയിട്ട് രേവതി സ്കൂട്ടറിൽ അവിടേക്ക് എത്തുമ്പോൾ ചന്ദ്രമതി പറയണം, എന്തായാലും വന്ന് കാല് പിടിച്ചല്ലേ, ഒരു കാര്യം ചെയ്യാം, ശരത്തിനെതിരെയുള്ള പരാതി ഞാൻ പിൻവലിക്കാം എന്നൊക്കെ പറയാം. അങ്ങനെ പറയാം. ഇതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു ടെസ്റ്റ് ഉണ്ട് കേട്ടോ. ആൻ്റണിയുടെ റൂമിൽ മറ്റേ നവീനെ അവിടെ ആക്കിയിട്ടുണ്ടല്ലോ. അപ്പം നവീൻ വന്നിട്ട് പറയാണ്, അതെ എനിക്കൊരു ജ്യൂസ് കുടിക്കണം എന്ന് പറയണേ. ജ്യൂസ് കുടിക്കണം എന്ന് പറയുമ്പോൾ, നീ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ശരിയാവില്ല, ആരെങ്കിലും കണ്ട പ്രശ്നമാവും നവീൻ എന്ന് പറയണേ. പിന്നെ ഞാൻ എത്ര കാലം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ അടച്ചിരിക്കുക, ശ്രുതി പൈസ കൊണ്ട് വരട്ടെ. ശ്രുതി ഒന്നും പൈസ കൊണ്ട് വരില്ല, നിങ്ങൾക്ക് പിടിച്ച കാറ്റുണ്ട്, അവളൊന്നും കൊണ്ടുവരില്ല. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ് ചോദിച്ചപ്പോൾ പൈസ കിട്ടിയാണ്, പക്ഷേ ആൻ്റണി നീയല്ല ഇടപെട്ടേക്കണം, അതുകൊണ്ട് പൈസ കിട്ടില്ല. നീ എന്തായാലും നവീൻ ദാസെ പുറത്തേക്ക് ഇറങ്ങണം, നീ റൂമിൽ പോയിരിക്കും, നിനക്ക് ജ്യൂസ് ഞാൻ റൂമിലേക്ക് എത്തിച്ചേരാൻ പറഞ്ഞിട്ട് ആൻ്റണി നവീൻ ദാസിനെ അകത്തേക്ക് ആക്കുകയാണ്. ആൻ്റണി പറയണ, ശ്രുതിനെ കൊണ്ട് പൈസ വരുത്തിക്കാനുള്ള അടവ് എനിക്കറിയാൻ പറഞ്ഞിട്ട് ആൻ്റണി ശ്രുതിയെ ഫോൺ വിളിക്കുന്നു. ഈ സമയത്ത് ശ്രുതി കടയിലാണ്. അയ്യോ ആൻ്റണി എന്തിനാ വിളിക്കണേ? എന്താ ആൻ്റണി ചോദിക്കുകയാണ് ശ്രുതി ആൻ്റണിയോട്. എന്തായി? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നവീൻ ദാസിൻ്റെ കാര്യം സീരിയസ് ആണ്, അവൻ മരിക്കാറായിട്ട് കിടക്കണം. ആൻ്റണി എങ്ങനെയെങ്കിലും നവീൻ ദാസിനെ രക്ഷിക്കണം ആൻ്റണി. ഞാനെങ്ങനെ രക്ഷിക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ, 2 ലക്ഷം രൂപ വേണം പറഞ്ഞപ്പോൾ നീ കേൾക്കാഞ്ഞിട്ടല്ലേ. ആ 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ അവനെ കൊണ്ടുപോയില്ലേ എന്ന് പറയുമ്പോൾ, എൻ്റെ കയ്യിൽ പൈസ ഇല്ല ആൻ്റണി. നീ പൈസ ഉണ്ടാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടുന്ന് പോയത് ശ്രുതി, എന്നിട്ട് എന്താ നീ വരാത്തത്? ഞാൻ ഉണ്ടാക്കാനുള്ള വഴി നോക്കണം ആൻ്റണി എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കുക. നീ വേഗം പൈസയും കൊണ്ട് വൈല്ലെങ്കിൽ ശ്രുതി നീ കുടുങ്ങൂട്ടോ, പിന്നെ എനിക്ക് ഒന്നും ഇതിൽ ചെയ്യാനില്ല, വിചാരിച്ച പോലെ ആവില്ല പിന്നെ കാര്യങ്ങളിലെ പോക്കെന്നൊക്കെ പറഞ്ഞിട്ട് ആൻ്റണി ശ്രുതിനെ ബ്ലാക്ക് മെയിൽ ചെയ്യണം. അപ്പോൾ ശ്രുതി പറയണ, ഞാൻ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാൻ നോക്കാം ആൻ്റണി, എനിക്ക് കുറച്ച് സമയം എന്താന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതി ആൻ്റണിയുടെ ഭീഷണിയുടെ മുമ്പിൽ പേടിക്കുകയാണ്. അങ്ങനെ ഒരു ടെസ്റ്റും കൂടി ഇപ്പുറത്ത് നടന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വീണ്ടും ചന്ദ്രമതിയും ഭാമയും കൂടിയിട്ട് രേവതിയുടെ അമ്മയും അനിയത്തിയൊക്കെ കൂടി നിൽക്കണതിൻ്റെ ഇടയിലുള്ള സംസാരമാണ് വീണ്ടും പറഞ്ഞത്. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യേ, ഞാൻ പറഞ്ഞില്ലേ ശരത്തിനെതിരെയുള്ള കേസ് ഞാൻ പിൻവലിക്കാം. ശരത്തിനെതിരെയുള്ള കേസ് പിൻവലിക്കുക എന്ന് പറയുമ്പോൾ പോവാനിറങ്ങിയ രേവതിയുടെ അമ്മയും ദേവും കൂടിയിട്ട് പ്രതീക്ഷയോടുകൂടി തിരിഞ്ഞു നോക്കുകയാണ്. നിങ്ങൾ ഇത്രയും വന്ന് പറഞ്ഞതല്ലേ കേസ് പിൻവലിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ നിൽക്കുന്ന നിങ്ങളുടെ മോളും ഇവളെ താലി കെട്ടിയ എൻ്റെ മകനും ഇനി ചന്ദ്രോദയത്തിൽ ഉണ്ടാവാൻ പാടില്ല. എൻ്റെ വീടിൻ്റെ പടി അവർ ഇറങ്ങണം, ചന്ദ്രോദയത്തിൽ ഇനി അവർ താമസിക്കാൻ പാടില്ല, അവരുടെ മുഖം എനിക്ക് ചന്ദ്രോദയത്തിൽ കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി വലിയൊരു അഭിപ്രായം വെക്കുകയാണ്. ഇത് കേൾക്കണോട് കൂടിയിട്ട് ആകെ ഷോക്ക് അടിച്ചപ്പോൾ നിൽക്കുകയാണ് രേവതിയുടെ അമ്മയും അനിയത്തിയും ഒക്കെ കൂടിയിട്ട്. കാരണം ശരത്തിനെ പരാതി പിൻവലിക്കാന്ന് പറഞ്ഞിട്ട് വലിയൊരു പ്രതീക്ഷയിലാണ് അവർ തിരിഞ്ഞു നോക്കിയത്. പക്ഷേ ചന്ദ്രമതിയുടെ വാക്കുള്ളൊരു ഇടുത്തിയായിട്ടാണ് ഈ 3 പേരുടെയും നെഞ്ചിൽ പതിച്ചേക്കണത്. ഇനി ചന്ദ്രമതി എന്താ ഉദ്ദേശിക്കണമെന്ന് നമുക്കറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടിനൊക്കെ നന്ദി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.